ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് PSC. നമ്മളിന്നൊരു SCRT സീരീസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. SCRTയുടെ ചാപ്റ്റേഴ്സ് നമ്മൾ 5th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന ശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള 5th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിൻ്റെ കുറച്ച് ചാപ്റ്റേഴ്സും എടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡാണ്. 6th സ്റ്റാൻഡേർഡിലെ 2 ചാപ്റ്റേഴ്സ് നമ്മൾ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ജീവന്റെ ചെപ്പുകൾ. അടിസ്ഥാന ശാസ്ത്രം, ജീവന്റെ ചെപ്പുകൾ. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളാണ് സൂക്ഷ്മജീവികൾ. നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ കാണാൻ സഹായിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ചെറുഘടകങ്ങളെ കോശം എന്ന് പറയുന്നു. എന്താണ്? ജീവശരീരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ചെറുഘടകങ്ങളെ കോശം എന്ന് പറയുന്നു. ജീവശരീരത്തിന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. ജീവശരീരത്തിന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. എല്ലാ ജീവികളുടെയും ശരീരം കോശനിർമ്മിതമാണ്. സ്റ്റേറ്റ്മെന്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നോക്കിയിട്ടിരിക്കണം. ജീവശരീരത്തിന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. എല്ലാ ജീവികളുടെയും ശരീരം കോശനിർമ്മിതമാണ്. ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ് അമീബ, പാരമീസിയം, യൂക്ലിന, ബാക്ടീരിയ. ഏകകോശ ജീവികൾക്ക് ഉദാഹരണം ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? അമീബ, പാരമീസിയം, യൂക്ലിന, ബാക്ടീരിയ. ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ. ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ. ബഹുകോശ ജീവികൾക്ക് ഉദാഹരണമാണ് സസ്യങ്ങളും ജന്തുക്കളും. ജീവികളുടെ വലിപ്പ വ്യത്യാസത്തിന് കാരണം കോശങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ്. കോശങ്ങൾ ആകൃതിയിലും വലിപ്പത്തിലും ധർമ്മത്തിലും വൈവിധ്യം പുലർത്തുന്നു. ജന്തുകോശങ്ങളിൽ കാണുന്ന പ്രധാന ഭാഗങ്ങളാണ് മർമ്മം, കോശദ്രവ്യം, കോശസ്തരം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ്, ലൈസോസോം, സെൻട്രോസോം, റൈബോസോം, മൈറ്റോകോൺട്രിയോൺ. ഏതൊക്കെയാ? മർമ്മം, കോശദ്രവ്യം, കോശസ്തരം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ്, ലൈസോസോം, സെൻട്രോസോം, റൈബോസോം, മൈറ്റോകോൺട്രിയോൺ. സസ്യകോശങ്ങളിൽ കാണുന്ന പ്രധാന ഭാഗങ്ങളാണ് മർമ്മം, കോശദ്രവ്യം, ഹരിതകണം, ഫേനം, കോശഭിത്തി, കോശസ്തരം, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ്, മൈറ്റോകോൺട്രിയോൺ. ഒരു കോശത്തിന്റെ കേന്ദ്രഭാഗമാണ് മർമ്മം. ഒരു കോശത്തിന്റെ കേന്ദ്രഭാഗമാണ് മർമ്മം. കോശത്തിന്റെ ആവരണമാണ് കോശസ്തരം. കോശത്തിന്റെ ആവരണമാണ് കോശസ്തരം. ജീവന്റെ അടിസ്ഥാന കണിക. ജീവന്റെ അടിസ്ഥാന കണിക എന്താണ്? ജീവദ്രവ്യം. കോശത്തിന്റെ ആവരണം കോശസ്തരവും ഒരു കോശത്തിന്റെ കേന്ദ്രഭാഗം മർമ്മവും ജീവന്റെ അടിസ്ഥാന ഘടകം ജീവദ്രവ്യവും. നമ്മൾ കോശത്തിന്റെയും കലകളുടെയും വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. ആ വീഡിയോ ഉപകാരപ്പെടും. അപ്പം നമുക്കറിയാം SCRT കാണുന്നതൊക്കെ തന്നെ നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ട്സ് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ. അപ്പോൾ ആ ക്ലാസ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് ജീവദ്രവ്യം എന്ന് പറയുന്നു. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് ജീവദ്രവ്യം എന്ന് പറയുന്നു. സ്വയം നിർമ്മിച്ച ലളിതമായ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്ക്. സ്വയം നിർമ്മിച്ച ലളിതമായ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് ആരാണ്? റോബർട്ട് ഹുക്ക്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ സ്ലീഡൻ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ സ്ലീഡൻ ആണ്. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയതോ? തിയോഡർ ഷ്വാൻ. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം. അപ്പൊ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ സ്ലീഡനും ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാനും. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം. കോശസ്തരത്തിന് അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യ പദാർത്ഥമാണ് കോശദ്രവ്യം. കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണ് കോശദ്രവ്യം. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. എന്താണ്? ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ.
മൈറ്റോകോൺട്രിയോൺ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, ഫേനം, ലൈസോസോം, ഗോൾജി വസ്തുക്കൾ, സെൻട്രോസോം, ഹരിതകണം തുടങ്ങിയവ പ്രധാന കോശാംഗങ്ങളാണ്. ജന്തുകോശത്തിൽ കാണാത്ത ഭാഗം ചോദിച്ചിട്ടുണ്ട്. ജന്തുകോശത്തിൽ കാണാത്ത ഭാഗമാണ് കോശഭിത്തി, ഹരിതകണം. കോശഭിത്തി, ഹരിതകണം. കാവൽ കോശങ്ങൾ കാണപ്പെടുന്നത് ഇലകളിലാണ്. കോശത്തിന്റെ പവർ ഹൗസ് PSC ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. കോശത്തിന്റെ പവർ ഹൗസ് എന്താണ്? മൈറ്റോകോൺട്രിയ. കോശത്തിന്റെ പവർ ഹൗസ് ആണ് മൈറ്റോകോൺട്രിയ. മനുഷ്യ ശരീരത്തിലെ വിവിധ കോശങ്ങൾ ഏതൊക്കെയാണ്? ആവരണകലയിലെ കോശം, പേശീകോശം, നാഡീകോശം, രക്തകോശം. ഏതൊക്കെയാണ്? ആവരണകലയിലെ കോശം, പേശീകോശം, നാഡീകോശം, രക്തകോശം. ഓക്കെ, ഈ ചാപ്റ്റർ കഴിഞ്ഞു. നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. 6th സ്റ്റാൻഡേർഡിലെ 5th ചാപ്റ്റർ അടിസ്ഥാന ശാസ്ത്രം. ഒന്നിച്ചു നിൽക്കാം. എന്താണ്? ഒന്നിച്ചു നിൽക്കാം. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. എന്താണ്? ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് ആവാസ വ്യവസ്ഥ. എന്താണ്? ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് ആവാസ വ്യവസ്ഥ. ഉദാഹരണം: കുളം, കാവ്, വയല്, കാട്, സമുദ്രം. ജീവീയ ഘടകങ്ങൾ ഏതൊക്കെയാണ്? സസ്യങ്ങള്, ജന്തുക്കള്. അജീവീയ ഘടകങ്ങളാണെങ്കിൽ വായു, വെള്ളം, മണ്ണ്, സൂര്യപ്രകാശം. ഒരു ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി. PSC ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഒരു ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ആരാണ്? ഹരിതസസ്യങ്ങൾ. മാറിപ്പോകരുത്, ഹരിതസസ്യങ്ങളാണ് ഒരു ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി. ഒരു ഭക്ഷ്യശൃംഖലയിലെ അവസാനത്തെ കണ്ണിയോ? മാംസഭോജി. ഒരു ഭക്ഷ്യശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് മാംസഭോജി. ഇടയ്ക്കുള്ളവ സസ്യഭോജികളോ മിശ്രഭോജികളോ ആവാം. വിവിധ ഭക്ഷ്യശൃംഖലകൾ ഒന്നിച്ചു ചേർന്ന് ഉണ്ടാകുന്നതാണ് ഭക്ഷ്യശൃംഖലാജാലം. ഒരു ഭക്ഷ്യശൃംഖലയിലെ ഉൽപാദകരാണ് ഹരിതസസ്യങ്ങൾ. ചോദിച്ചിട്ടുണ്ട്. ഒരു ഭക്ഷ്യശൃംഖലയിലെ ഉൽപാദകർ ആരാണ്? ഹരിതസസ്യങ്ങൾ. ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്ന ജീവികളാണ് ഉപഭോക്താക്കൾ. ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്ന ജീവികളാണ് ഉപഭോക്താക്കൾ. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മ ജീവികളാണ് വിഘാടകർ. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മ ജീവികളാണ് വിഘാടകർ. വിഘാടകർ ആരൊക്കെയാണ്? ബാക്ടീരിയ, ഫംഗസ്. ഇനി കുറച്ച് ഭക്ഷ്യശൃംഖലകൾ കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പുല്ല്, മാന്, സിംഹം. പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്. പുല്ല്, പുഴു, കോഴി, കുറുക്കൻ. പുല്ല്, കോഴി, കുറുക്കൻ, കടുവ. നമുക്കൊരു ലോജിക്കലി ചിന്തിച്ചാൽ അത് എഴുതാവുന്നതേ ഉള്ളൂ. വിഘാടകർ പരപോഷികളാണ്. വിഘാടകർ എന്താണ്? പരപോഷികളാണ്. ജൈവരാസപ്രവർത്തനത്തിലൂടെ മറ്റു ജീവികളുടെ കോശങ്ങളെ വിഘടിപ്പിക്കാൻ ഇവയ്ക്ക് കഴിയും. വിഘാടനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ബാക്ടീരിയകളാണ്. 1 ഗ്രാം മണ്ണിൽ 1 ബില്യൺ മുതൽ 2 ബില്യൺ വരെ ബാക്ടീരിയകളുണ്ട്. മറ്റൊരു പ്രധാന വിഘാടകരാണ് ഫംഗസുകൾ. ഫംഗസുകൾ ജൈവവസ്തുക്കളെ എൻസൈമുകൾ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് പോഷണം നടത്തുന്നു. എന്തുപയോഗിച്ച? ഫംഗസുകൾ ജൈവവസ്തുക്കളെ എൻസൈമുകൾ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് പോഷണം നടത്തുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സിൻ്റെ ഒരു ചെറിയ ഫ്ലോ ചാർട്ട് കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ചെറിയ ചാപ്റ്റേഴ്സ് ആണെങ്കിലും ഇതിൻ്റെ അകത്തെ പോയിന്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന SCRTയുടെ എല്ലാ ചാപ്റ്റേഴ്സും അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം നിങ്ങൾ അതെല്ലാം ആ ക്ലാസ് കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാകത്തില്ല. നമുക്കറിയാം PSC ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും SCRTന്ന് അതേ ലൈൻസ് എടുത്തിരുന്നതാണ്. അപ്പോൾ SCRT പഠിക്കാതെ നമ്മൾ ഏത് റാങ്ക് ഫയൽ പഠിച്ചിട്ട് പോയെന്ന് പറഞ്ഞാലും കാര്യമൊന്നുമില്ല. അപ്പോൾ SCRT നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അടുത്തൊരു SCRT സീരീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്